ഇന്ന് രാവിലെ ഞാനിങ്ങനെ സ്റ്റാഫുകളുടെ ഇടയിലൊക്കെ പോകുമ്പം അവരിലൊക്കെ ഉണ്ടാകുന്ന ഒരുപാട് അസ്വസ്ഥതകളാണ് എൻ്റെ മൈൻഡിലേക്ക് വന്നത്. പലരൊക്കെ പറയുന്നു, ഞങ്ങളിത് ഒരു സ്ഥാപനത്തിന് വേണ്ടി ആത്മാർത്ഥമായി ജോലി ചെയ്തിട്ട് ഞങ്ങളുടെ കുറ്റങ്ങളാണല്ലോ പലരും പറയുന്നത്, കുറവുകളാണല്ലോ പറയുന്നത് എന്ന രീതിയിലുള്ള ഒരുപാട് പരാതികളൊക്കെ കേട്ടുകൊണ്ട് ഞാനിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ മൈൻഡിലേക്ക് ഉദിച്ചു. ഈ പരാതികൾ ഉണ്ടാവുക എന്നുള്ളതും നമ്മുടെ കൂട്ടത്തിൽ കുറച്ച് ആൾക്കാർ ഒരു ലീഡർഷിപ്പ് ചമയുക എന്നുള്ളതും, ചില ആൾക്കാർ എല്ലാം കേട്ടിരിക്കുക എന്നുള്ളതും, ചില ആൾക്കാർ ഫോളോവേഴ്സായി പോവുക എന്നുള്ളതും ഒക്കെ ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. നമ്മളിപ്പോൾ ചിലരൊക്കെ പറയും, എനിക്ക് വേറൊരു സ്ഥലത്തേക്ക് ജോലി മാറിയാൽ മതിയായിരുന്നു എന്ന്. ഈ മാറിയാൽ മതിയായിരുന്നു എന്ന് പറയുന്ന ഏതൊരു വ്യക്തിയും ഒരു ജോലി മറ്റൊരു സ്ഥലത്തേക്ക് മാറിയാലും അവരനുഭവിക്കാൻ പോകുന്നത് ഇതേ പ്രശ്നമായിരിക്കും. ഒരാളുടെ സാഹചര്യങ്ങളായിരിക്കില്ല ഒരു മനുഷ്യൻ്റെ ഇതുപോലുള്ള വിധികൾ നിർണ്ണയിക്കുന്നത്, മറിച്ച് ആ മനുഷ്യൻ എങ്ങനെ ഓരോ സാഹചര്യം പെർസീവ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓരോ മനുഷ്യനും മറ്റുള്ളവരെ പറയുന്ന വാക്കുകളെ തന്നോട് ബന്ധപ്പെടുത്തുന്നു എന്നുള്ളതാണ്. എന്നെക്കുറിച്ച് മറ്റൊരാൾ പറയുന്നത് അത് ശരിയായിരിക്കണമെന്നില്ല. അവർ എന്നെക്കുറിച്ച് മനസ്സിലാക്കിയതിനനുസരിച്ചായിരിക്കും അവർ പറയുന്നത്. അത് അവരുടെ ഭാഷയാണ്. ചില മനുഷ്യന്മാർക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക എന്നുള്ളത് അവരുടെ ഒരു ആശയവും ആദർശവുമാണ്. അവരതിലൂടെ പോയിക്കൊണ്ടേയിരിക്കും. അവരെന്നെ കുറ്റപ്പെടുത്തുമ്പം ആ കുറ്റപ്പെടുത്തുന്നതിന് ഞാൻ എന്നെക്കുറിച്ച് പറയുന്നതാണെങ്കിൽ പോലും എന്നോട് ഏത് നിമിഷം ബന്ധപ്പെടുത്തുന്നോ അത് എൻ്റെ അസ്വസ്ഥതയായി മാറും. ഒരിക്കലും അതുണ്ടാവാൻ പാടില്ല. ചിലർക്ക് അസൂയ ഉണ്ടാവും, അതും സ്വാഭാവികമാണ്. ഏതൊരു വർക്ക് ഫോഴ്സ് ആണെങ്കിലും മറ്റു മനുഷ്യരോട് അസൂയ തോന്നാത്ത ഒരു മനുഷ്യനോട് ഉണ്ടാവില്ല. ഇവിടെ നമ്മുടെ പ്രശ്നം എന്താണ്? ഒരാളോടും അസൂയ ഇല്ലാത്ത ഒരു വ്യക്തി അവിടെ ഉണ്ടാവണം എന്ന് പ്രതീക്ഷിക്കുന്നതാണ് നമ്മളെ മിസ്റ്റേക്ക്. അസൂയ ഉണ്ടാവുക എന്നുള്ളത് മനുഷ്യന് നോർമലായിട്ടുണ്ടാവുന്ന ഒരു വികാരമാണ്. അത് തന്നോട് കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു വികാരമാണ്. അത് സ്വാഭാവികമാണ്. അതില്ലാതിരിക്കാൻ വേണ്ടി അവനവൻ ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്. അല്ലാതെ അസൂയുള്ള മനുഷ്യന്മാരില്ലാതിരിക്കാൻ നമുക്ക് സാധ്യമല്ല. ചില ആൾക്കാർക്ക് ചില പദവികളൊക്കെ കിട്ടുമ്പോഴേക്കും അവരുടെ രൂപം മാറുന്നത് കാണാം, അവരുടെ അവസ്ഥകൾ മാറുന്നത് കാണാം. ആ ഒരു പദവിയിൽ ഇരുന്നു കൊണ്ടും താനായി നിലനിൽക്കുക എന്നുള്ളത് അവനവൻ ശ്രദ്ധിക്കേണ്ടതാണ്. മറിച്ച് എനിക്ക് ഇത് കിട്ടിയല്ലോ, പദവി കിട്ടിയല്ലോ, അല്പൻ്റെ കയ്യിൽ അധികാരം കിട്ടിയ അവസ്ഥ ഉണ്ടാകുമ്പോഴേക്ക് എടുത്ത് ചാടുന്നൊരു അവസ്ഥ വരികയാണെങ്കിൽ അത് തിരുത്തേണ്ടത് ഇത് കാണിക്കുന്നവരാണ്. അല്ലാതെ ഇതിന് അവരുടെ വാക്കുകൾക്കോ പ്രവൃത്തികൾക്കോ അനുസരിച്ച് അവരിൽ അടിച്ചമർത്തൽ ഉണ്ടാക്കപ്പെടുന്ന ജനതയല്ല. അവിടെയാണ് നമുക്ക് മിസ്റ്റേക്ക്. ഇത് മനുഷ്യ സഹജമാണ്. ഒരു വർക്ക് സിസ്റ്റമാണെങ്കിലും നമ്മുടെ സാമൂഹികമായിട്ടുള്ള രാഷ്ട്രീയ മത സാഹചര്യങ്ങളാണെങ്കിൽ ഇതൊക്കെ എല്ലാവരിലും ഉണ്ടാവും. ഇതിനെതിരെ നഖശിഖാന്തം നിൽക്കുന്നവരാണെങ്കിൽ പോലും അതിനൊരു പരിധി വരെയൊക്കെ തളച്ചിട്ടാണ് ഓരോ മനുഷ്യനും പറ്റുള്ളൂ. ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രശ്നം നിൽക്കുന്നത് എവിടെയാണെന്നറിയോ? നമ്മൾ വിചാരിക്കും സമൂഹത്തിലാണ് പ്രശ്നം. ഒരിക്കലുമല്ല, സമൂഹത്തിലല്ല. ഇപ്പം നോക്ക്, നമ്മുടെ സാമൂഹികമായൊരു പ്രശ്നത്തിൻ്റെ പേരിൽ ഇപ്പോൾ കർണാടകയിൽ പുതിയൊരു മന്ത്രിസഭ, പുതിയൊരു ഗവൺമെൻറ് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് വരെ അവർക്ക് സമൂഹത്തിലെ മറ്റേതൊക്കെ ആൾക്കാരായിരുന്നു ശത്രുപക്ഷത്തെങ്കിലും ഒറ്റ നിമിഷം കൊണ്ട് അധികാരം കിട്ടിയപ്പോഴേക്ക് എന്തായി? അവിടെ അധികാരത്തിനുള്ള വടംവലി തുടങ്ങി, ചരടുവലി തുടങ്ങി, കൂറുമാറ്റത്തിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. കണ്ട, ഏറ്റവും അടുത്ത് നിൽക്കുന്നവർക്കിടയിൽ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ സജ്ജമായി. ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഏതൊരു സിസ്റ്റത്തിലും ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. അതൊരിക്കലും നമുക്ക് ഇല്ലാതാക്കാൻ പറ്റില്ല. ഇത്തരം അവസ്ഥകളിലും ഓരോ വ്യക്തിയും അവൻ ഐഡിയലായിട്ട് എന്താവാനാണോ ആഗ്രഹിക്കുന്നത്. ഇപ്പം ഞാൻ ആഗ്രഹിക്കുക എനിക്ക് നല്ലൊരു മനുഷ്യനാവണമെന്ന്, അതെൻ്റെ ഐഡിയൽ ആഗ്രഹമാണ്. പക്ഷേ ഞാൻ നല്ല മനുഷ്യനായിക്കൊള്ളണമെന്നില്ല. ഞാൻ നല്ല മനുഷ്യനാവാൻ വേണ്ടിയിട്ട് എൻ്റെ ജീവിതത്തെ ഇങ്ങനെ പക്കപ്പെടുത്തിയെടുക്കുകയാണ്. അതിനെനിക്ക് ക്ഷമ കൈക്കൊള്ളേണ്ടി വരും. ചില പുറത്തു നിന്നുള്ള വിമർശനങ്ങളെയൊക്കെ അതിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ വ്യക്തിപരമായി എടുക്കാതിരിക്കേണ്ടി വരും. മറ്റുള്ളവർ അസൂയപ്പെടുമ്പം ആ അസൂയയുടെ കെണിയിൽ പെടാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കേണ്ടി വരും. മറ്റുള്ളവരോട് അസൂയ പോണാതിരിക്കാൻ വേണ്ടി ഞാൻ ശ്രദ്ധിക്കേണ്ടി വരും. ആ ഐഡിയൽ, ഞാൻ ആവാൻ ഉദ്ദേശിക്കുന്ന ഏറ്റവും നല്ല വ്യക്തി എന്ന നിലയിലേക്ക് ഞാൻ പോവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഉണ്ടാവേണ്ടത്. അല്ലാതെ നാട്ടുകാരെ മുഴുവൻ നന്നാക്കിക്കൊണ്ട് സമൂഹത്തെ മുഴുവൻ നന്നാക്കിക്കൊണ്ടുള്ള ഒരവസ്ഥ അല്ല ഉണ്ടാവുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഒരു വ്യക്തിയുടെയും പ്രശ്നങ്ങൾ വ്യക്തിപരമായി എടുക്കുക. നമ്മുടെ ഒരു കുടുംബത്തിലെ ജീവി എന്ന നിലയിലും ഒരു സാമൂഹിക ജീവി എന്ന നിലയിലും ഒരു
ജോലി സ്ഥലത്ത് നിൽക്കുന്ന ഒരു സാമൂഹിക ജീവി എന്ന നിലയിലൊക്കെ ഓരോ വ്യക്തിയും അവനവനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുക. മറ്റു മനുഷ്യന്മാരുടെ ഇടയിൽ ഉണ്ടാവുന്ന മറ്റു മനുഷ്യന്മാരെ കാരണം ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു നെഗറ്റീവ് അനുഭവത്തെയും നമ്മളൊരു നെഗറ്റീവ് എമോഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരാൾ നിങ്ങളോട് ദേഷ്യം പിടിക്കുക, അല്ലെങ്കിൽ ഞാനിങ്ങനെ ആയില്ലല്ലോ എന്നാണ് ചിന്തിക്കേണ്ടത്. ഒറ്റയടിക്ക് നമ്മൾ അവർ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ വാരി അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞു നടക്കാനോ അതിൻ്റെ ഒന്നും ഒരു സാഹചര്യം ആവശ്യമില്ല. നിങ്ങൾ യുണീക്കാണ്. നിങ്ങൾ ഓരോ വ്യക്തിക്കും അവനാവണം ഏറ്റവും വലിയ രാജാവ്. ഇന്ന് രാജാവുകാരില്ലാത്തൊരു സമയമല്ലേ. എന്നിട്ട് ബാക്കി എല്ലാം വരാൻ പാടുള്ളൂ. നിങ്ങളെ അസ്വസ്ഥമാക്കാൻ ഒന്നിനെയും അനുവദിക്കില്ല എന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞയോടെ പോലാണ് ഏറ്റവും വലിയ ധൈര്യം. ഓക്കെ, അങ്ങനെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക. ഒരു പ്രശ്നങ്ങളും ഒരു ജോലി സ്ഥലത്തെ പ്രശ്നങ്ങളോ സാമൂഹ്യ പ്രശ്നങ്ങളോ ഒന്നും നമ്മെ അലട്ടുന്ന വിഷയമായി ബോധിക്കുന്നില്ല. ബൈ.